ഒടിയൻ്റെ കഥകൾ ഒരുപാട് നമ്മുടെ ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ കളക്ട് ചെയ്ത കുറച്ച് ഇൻഫർമേഷൻസ് വെച്ചിട്ട് വളരെ ഷോർട്ടായിട്ട് ഒടിയൻ്റെ സ്റ്റാർട്ട് തൊട്ട് എൻഡിങ് വരെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മളിവിടെ 3 പാർട്സ് ആയിട്ടായിരിക്കും ഈ വീഡിയോ കൺസീവ് ചെയ്യുന്നത്. ദ റൈസ് ഓഫ് ദി ഒടിയൻ, ദ റൂൾ ഓഫ് ദി ഒടിയൻ ആൻഡ് ദ ഫോൾ ഓഫ് ദി ഒടിയൻ. പാലക്കാട്, പ്രത്യേകിച്ച് വള്ളുവനാട് ഏരിയകളിൽ വളരെ ജനപ്രിയമായ വിശ്വാസങ്ങളിൽ ഒന്നായിരുന്നു ഒടിയൻ്റേത്. തമിഴ്, മലയാളം കൾച്ചറും ഒക്കെ മിക്സായി കിടക്കുന്ന ഈ സ്ഥലത്ത് കാടുകളും വയലുകളും പ്രത്യേകിച്ച് ഗ്രാമീണ ഇടവഴികൾ, ഇരുട്ട് കയറിയ ഇടവഴികളൊക്കെ ഉള്ളതുകൊണ്ട് വൈദ്യുതി ഇല്ലാത്തൊരു സമയത്തും വാഹനങ്ങളില്ലാത്തൊരു സമയത്തും ഈ കഥകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ആൾക്കാർ ഒടിയന്മാരെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. ദ റൈസ് ഓഫ് ദി ഒടിയൻ. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിലാകപ്പാടെ ജന്മിത്വം വളരെയധികം പീക്കിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഈ അടിമത്തത്തിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാർ ഈ ജന്മികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ഒരുപാട് സ്ലേവ്സിനെ പോലെ ജീവിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്കൊരു പവറില്ല, ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഈ ജന്മിമാരെ എതിർക്കാനോ റെസിസ്റ്റ് ചെയ്യാനോ ഈ താഴ്ന്ന ജാതിക്കാർക്ക് പറ്റാതെ വന്നപ്പോൾ ഒരു റെസിസ്റ്റൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒടിയനെ പ്രസൻറ്റ് ചെയ്യുന്നത് പല ആൾക്കാരും. അങ്ങനെ വള്ളുവനാട് ഏരിയയിൽ ഒരു പാണൻ അയാൾക്ക് ഈ ഒരു പവറിനോട് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണ്ണുകൊണ്ട് ഒരു രൂപത്തെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു തുടങ്ങിയാണ്. ഈ രൂപത്തെ ഇയാൾ തീയിലിട്ട് കരിച്ചെടുക്കുന്നുണ്ട്, പുറത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂർത്തിയെ കരിങ്കുട്ടി എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ നാളുകൾ ഈ മൂർത്തിയെ ആരാധിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ മൂർത്തി പ്രത്യക്ഷപ്പെടുകയും ഈ പാണന് ഒരു വരം നൽകുകയും ചെയ്യുന്നു. ആൻഡ് ഈ മൂർത്തി പറയുന്നത് ഒരു മൂർത്തിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ ജന്മികളെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷെ പാണന് ഒരു വിദ്യ പറഞ്ഞു കൊടുക്കാം. ആ വിദ്യയാണ് നമ്മൾ ഒടിവിദ്യ എന്ന് പറയപ്പെടുന്നത്. ഒടിവിദ്യയിലൂടെ ഈ പാണന് ഏത് രൂപത്തിലേക്കും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇയാൾക്ക് കിട്ടിയ പവർ. അപ്പം ഈ വന്ന മൂർത്തി ഈ ഒടിവിദ്യ എങ്ങനെയാണ് കൈവശമാക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രക്രിയ വളരെയധികം ഭയാനകമാണ്. ആക്ച്വലി ഒരു കടിഞ്ഞൂൽ കുട്ടി, അന്തർജനത്തിൻ്റെ വയറ്റിലുള്ള ഒരു കടിഞ്ഞൂൽ കുട്ടിയെ പുറത്തെടുക്കണം. അതിനുവേണ്ടി ഈ ഗർഭിണിയായ അന്തർജനത്തെ ഒരു വിദ്യയിലൂടെ, മായാജാലത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് മുളം കത്തിവെച്ച വയറ് കീറി ഈ ഭ്രൂണത്തെ പുറത്തെടുത്ത് ഈ ഭ്രൂണത്തിൽ നിന്ന് ഉള്ള ഒരു ദ്രാവകത്തിൽ നിന്ന് ദ്രാവകവും പച്ചമരുന്നും കൂടെ ചേർത്തിട്ടാണ് ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്നത്. ഈ മിക്സ്ചർ ചെവിയുടെ പുറകിൽ പുരട്ടുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒടിയനാകാനും ആ ഒടിയൻ്റെ പവർ ലഭിക്കുന്നതും. ഇത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീയെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനും പിറ്റേ ദിവസം രാവിലെ പ്രത്യേകിച്ച് ഫിസിക്കലി മുറിവുകളൊന്നും കാണത്തില്ലെങ്കിലും ഈ സ്ത്രീ മരിച്ചു കിടക്കുന്നതുമായിട്ടും ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, ഇങ്ങനെ ഒടിയന്മാരുണ്ടാക്കുന്ന ഈ ഒരു ദ്രാവകത്തിൽ നിന്നാണ് ഇവർക്ക് ഈ ശക്തി ലഭിക്കുന്നത്. ഇത് ചെവിയുടെ പുറകിൽ പുരട്ടുമ്പോഴാണ് ഇവർക്ക് ഏത് രൂപത്തിലേക്കും, കാളയായിട്ടോ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ഒക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇവർ വലിയ കഠിനമായ വ്രതങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. വളരെ നഗ്നമായ ഒരു ശരീരത്തിലൂടെയാണ് ഈ പ്രക്രിയ ഇവർ ചെയ്യേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ഒടിവിദ്യ ഇവർ പ്രയോഗിച്ചതിന് ശേഷം തിരിച്ചു അവരുടെ സ്വന്തം വീട്ടിൽ വന്ന് ചൂട് വെള്ളം ശരീരത്തിൽ വീണാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ സ്വന്തം രൂപത്തിലേക്ക് മാറാൻ കഴിയത്തുള്ളൂ. അപ്പം ചരിത്രം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് ചൂടുവെള്ളം കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ ഒടിയൻ സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ വരെയും ഉപദ്രവിച്ചിരുന്നു, അവരെ കൊന്നുകളഞ്ഞിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ അന്തർജനങ്ങളായ ഗർഭിണികളായ സ്ത്രീകൾ വളരെയധികം ഭയത്തിലായിരുന്നു. കാരണം ഒടിയന്മാർ വരുമോ എന്നുള്ള ഭയം ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്നും പ്രചാരത്തിലുണ്ട്. ദ റൂൾ ഓഫ് ഒടിയൻ. ഒടിയന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശത്രുക്കളെ ഇല്ലാതാക്കുക, അപായപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. അതിനു വേണ്ടിയാണ് അവർ ഈ ഒടിവിദ്യ ഉപയോഗിച്ചിരുന്നത്. ഈ ഒടിവിദ്യ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പല മൃഗങ്ങളായിട്ടും ഇവർ ട്രാൻസ്ഫോം ചെയ്ത കഥകൾ പ്രചാരത്തിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇവരൊരു മൃഗത്തിൻ്റെ രൂപത്തിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും ഒരു അപൂർണത ഇവരുടെ ശരീരത്തിൽ ഉണ്ടാവാം. ഒരു കന്നുകാലിയായിട്ടാണ് മാറുന്നതെങ്കിൽ ചിലപ്പോൾ 4 കാലുണ്ടാവില്ല, 3 കാല് മാത്രമേ ഉണ്ടാവുള്ളൂ. പട്ടിയാണെങ്കിൽ ചിലപ്പോൾ വാലുണ്ടാവത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ഈ മൃഗങ്ങളുടെ രൂപത്തിൽ വരുന്ന ഒടിയന്മാരെ പിന്നീട് തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നു എന്നും കഥകളിൽ പറയപ്പെടുന്നുണ്ട്. ഒടിയന്മാരുടെ ആക്രമണ രീതികൾ ഫിസിക്കലിയും മെന്റലിയും ഉണ്ടായിരുന്നു. ഈ രാത്രികളിൽ, പ്രത്യേകിച്ച് അമാവാസി രാത്രികളിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് ഈ ഇരകൾ വരുമ്പോൾ
വളരെ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ വരികയും അവരുടെ നട്ടലിൻ്റെയോ അല്ലെങ്കിൽ കഴുത്തിൻ്റെയോ ഒക്കെ അസ്ഥികൾ ഒടിക്കുകയും ചെയ്തിരുന്നു. ഇത് കൂടാതെ മറ്റൊരു കാര്യവും പറയപ്പെടുന്നുണ്ട്. ഈർക്കിലികൾ ഉപയോഗിച്ച് ഇവര് 108 തവണയോളം ജപിച്ച ഒരു ഈർക്കിലി ഇവർ കൊണ്ട് നടക്കുകയും, അല്ലെങ്കിൽ ഒരു വടിയായി ആകാം, അത് കൊണ്ട് നടക്കുകയും ഈ ഇരകൾ പേടിച്ച് നിലത്ത് കിടക്കുന്ന ഇരകളുടെ മുന്നിൽ വെച്ച് ഈ വടിയോ ഈ ഈർക്കിലിയോ രണ്ടായിട്ട് ഒടിക്കുമ്പോൾ ഇവരുടെ നട്ടില് രണ്ടായിട്ട് ഒടിഞ്ഞു പോകും എന്നും ഒരു വിശ്വാസം നിലനിന്നിരുന്നു. ഫിസിക്കലി അല്ലാതെ തന്നെ മെന്റലി അവരെ ഡൗൺ ആക്കാനായിട്ടും ഒടിയന്മാർ ശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇരകളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭയാനകമായ ശബ്ദങ്ങൾ ഉപയോഗിക്കുക, വിരൂപമായ കാര്യങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ പേടിച്ചോടുന്ന ഇരകൾ എവിടെയെങ്കിലും തട്ടി വീഴുമ്പോൾ ഉണ്ടാവുന്ന മുറിവുകളിൽ നിന്ന് അവർ മരണപ്പെടാറുണ്ട്. ചിലർ ഹൃദയാഘാതം വന്നിട്ടും മരണപ്പെടാറുണ്ട്. ഇങ്ങനെയും മരണങ്ങൾ നാട്ടിൽ സംഭവിക്കുന്നത് ഭീതി പടർത്തിയിരുന്നു വലുതായിട്ട്. ഒരു വ്യക്തിയെ ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ ഒടിയന്മാർ അവരെ വളരെയധികം നിരീക്ഷിച്ചിരുന്നു. ആ വ്യക്തിയുടെ യാത്രാ സമയം ഏതാണ്, അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വഴികൾ ഏതൊക്കെയാണ്, ഇവർ സഞ്ചരിക്കുന്ന സമയം ഏതാണ്, ഇവരുടെ ശാരീരിക അവസ്ഥ എന്താണ്, ഇവരുടെ ഭയങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യണം എന്ന് ഒടിയന്മാർ നിശ്ചയിച്ചിരുന്നത്. അപ്പം ചില ആൾക്കാർക്ക് ഫിസിക്കലി നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് പല കായിക രീതികളിലും നേരിടാനായിട്ട് ഒടിയന്മാർക്ക് അഭ്യാസം ഉണ്ടായിരുന്നു. അവരതിൽ പെർഫെക്റ്റ് ആയിരുന്നു എന്നും കഥകൾ പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആൾക്കാർ വളരെയധികം ഈ ഒടിയന്മാരെ കൊണ്ട് ഭയപ്പെടാൻ തുടങ്ങി. ഇവർക്ക് അമാനുഷികമായ ശക്തികളുണ്ടെന്നും ഇവർ ഈ അസുരന്മാരെ പോലാണെന്നും ഒക്കെ വിശ്വസിച്ച് അന്ധവിശ്വാസങ്ങളിൽ ആൾക്കാർ ജീവിക്കാൻ തുടങ്ങി. അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ അവർക്ക് മറ്റു വഴികളുമില്ലായിരുന്നു. ഈ സമയത്ത് ഒടിയന്മാരെ ഈ ജന്മികൾ ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിൽ. അവരുടെ വാക്കുതർക്കങ്ങളും അവരുടെ ഭൂമി പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് ഒടിയന്മാരെ കൂലിക്ക് ഹയർ ചെയ്യുന്നത് പോലെ ചെയ്ത് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വിടുന്ന സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു ദുരനുഭവമോ ഒരു ഭവിഷ്യത്തോ ഒരു വീട്ടിൽ സംഭവിക്കുകയോ ആ ഗ്രാമത്തിൽ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ ഒടിയനാണ് എന്നുള്ള സംസാരം വളരെയധികം സ്പ്രെഡ് ആവുകയും രാത്രികളിൽ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ ഭയമാവുകയും ചെയ്തിരുന്നു. രാത്രി കാലങ്ങളിൽ കടകളൊന്നും പ്രവർത്തിക്കാതെയായി. എത്രയും പെട്ടെന്ന് ഇരുള് വീഴുന്നതിന് മുന്നേ ആൾക്കാർ വീടുകളിൽ കയറാനായിട്ട് തുടങ്ങി. ഈ ഭയമാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒടിയന്മാരെ നിലനിർത്തിയിരുന്നത്. അപ്പം അവരുടെ ഒടിവിദ്യ ഉണ്ട്, അവരതിനെ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതിനൊക്കെ മേലിൽ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ ഇവർ ക്രിയേറ്റ് ചെയ്ത ഫിയർ, ഈ ഫിയർ ആണ് ഇവരെ നിലനിൽക്കാൻ സഹായിച്ചിരുന്നത്. ദ ഫോൾ ഓഫ് ഒടിയൻ. നൂറ്റാണ്ടുകളായി പ്രചരിച്ചുകൊണ്ടിരുന്ന ഒടിയന്റെ കഥകളും വിശ്വാസങ്ങളും ക്ഷയിക്കുന്നത് കാലക്രമേണയാണ്. ഒരു ദിവസം ഒടിയനോടുള്ള ഭയം ഇല്ലാണ്ടായതല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിൽ ഇലക്ട്രിസിറ്റി വന്നത് തന്നെയാണ്. ഇതിനു മുന്നേ ഗ്രാമങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുട്ട് നിറഞ്ഞതായിരുന്നു രാത്രികളിൽ. കാരണം ഈ ചൂട്ടുകളോ അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കുകളോ ഒക്കെ മാത്രം ആശ്രയിച്ചാണ് ആൾക്കാരന്ന് ജീവിച്ചിരുന്നത്. അതിന് പകരമായി സ്ട്രീറ്റ് ലൈറ്റ്സ് വരികയും രാത്രി കാലങ്ങളിൽ കടകളൊക്കെ കുറച്ചുകൂടെ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാനും തുടങ്ങിയപ്പോൾ ആൾക്കാർ കൂട്ടം കൂടാൻ തുടങ്ങി. ഒറ്റപ്പെടലുകൾ മാറുകയും നിഗൂഢത മാറുകയും ചെയ്തപ്പോൾ ഒടിയന്മാർക്ക് ഇരുട്ടിൻ്റെ ആ ഒരു മാസ്ക് അവർക്ക് ഇല്ലാതെയാകുകയും അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാതാകുകയും ചെയ്തു. അപ്പോൾ ഇലക്ട്രിസിറ്റി വന്നത് ആൾക്കാരുടെ ഭയം വളരെയധികം കുറയ്ക്കാൻ കാരണമായി. അവർക്ക് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാൻ പേടിയില്ലാതായി. സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ വളരെയധികം കൂടി. സോ ഇതൊക്കെ ഒരു മെയിൻ കാരണമാണ് ഒടിയന്റെ പ്രവർത്തികൾ ഒന്ന് നിൽക്കാനായിട്ട്. ഇതുകൂടാതെ വിദ്യാഭ്യാസം ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആൾക്കാർക്ക് കുറച്ചും കൂടെ കാര്യങ്ങളെ, യുക്തിപരമായ കാര്യങ്ങളെ മനസ്സിലാക്കാനും യുക്തി അല്ലാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം വിദ്യാഭ്യാസത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ കുട്ടികൾ കുറച്ചും കൂടെ അധികമായി സ്കൂളിൽ പോകാനും അവിടുന്ന് കിട്ടുന്ന അറിവുകളെ പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിച്ച് അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടും ഒടിയൻ കഥകളെ ആൾക്കാർ വിശ്വസിക്കാതെയായി. കാരണം ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ അതിനെ വിശ്വസിച്ചിരുന്നത് കുറെ റിലീജിയസ് വാല്യൂസും അതിനകത്ത് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭയം കൊണ്ടാണ്. ചോദിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ, പ്രത്യാഘാതം ഉണ്ടാവുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ആൾക്കാർ സൈലന്റ് ആയിട്ടിരുന്നത്. പക്ഷെ ആ ഒരു സൈലൻസും പിന്നീട് വന്ന തലമുറകൾക്ക് ഉണ്ടായിരുന്നില്ല. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വിദ്യാഭ്യാസമാണ്. മറ്റൊരു കാര്യം നിയമ സംവിധാനങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി എന്നുള്ളതാണ്. പോലീസും കോർട്ടും ഒക്കെ
ഒക്കെ വളരെയധികം സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള അറ്റാക്ക്, ഫിസിക്കൽ അറ്റാക്ക് മറ്റുള്ളവരെ ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവുകയും അതിനെക്കുറിച്ച് കേസ് അന്വേഷണങ്ങൾ വരികയും ചെയ്തപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഒക്കൾട്ടായിട്ടുള്ള പ്രാക്ടീസസിന് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നു. ഇതും ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു കഥ സാങ്കല്പികമാകാം, മിത്താകാം, ആ ഒരു കാര്യത്തിന് ഒരു ക്ഷയം സംഭവിക്കാൻ പ്രധാന കാരണമായിരുന്നു. ഒടിയൻ എന്ന് പറയുന്ന ഈ മിത്തിക്കൽ ക്യാരക്ടറിനെ മലയാളികൾക്കിടയിൽ ഏറ്റവും ഫെമിലറൈസ് ചെയ്യുകയും പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്തത് 2018 ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഒടിയൻ എന്ന സിനിമ തന്നെയാണ്. പിന്നീട് ഇത്രയും വർഷങ്ങൾക്കപ്പുറം നമ്മൾ വീണ്ടും ഈ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള മെയിൻ റീസൺ മലയാളത്തിലെ പ്രോമിനൻ്റ് ആയ ഹൊറർ ഫിലിം മേക്കറായ രാഹുൽ സദാശിവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ ഡിക്ലെയർ ചെയ്തു. ഒടിയൻ ദ ഏജ് ഓഫ് ഇലൂഷൻ എന്നാണ് ഈ സിനിമയുടെ പേര്. റിയാലിറ്റിയിൽ ഇല്ലാത്തൊരു കാര്യത്തെ റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഇലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ സദാശിവൻ ഈ പോസ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏജ് ഓഫ് ഇലൂഷൻ എന്ന കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒടിയൻ എന്ന മിത്തുമായിട്ട് വളരെയധികം യോജിച്ചു പോകുന്നതാണ്. ഏജ് ഓഫ് ഇലൂഷൻ എന്ന ഈ കോൺസെപ്റ്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഇമേജസ് ആണ് പോസ്റ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഒരു മിറർ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. മിററിന്റെ പ്രത്യേകത എന്താണ്? അതൊരിക്കലും റിയാലിറ്റി അല്ല കാണിക്കുന്നത്, ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി ആണ്. നമ്മളൊരാൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം എന്ന വ്യക്തിയുടെ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു രൂപമാണ് അതിലൂടെ റിഫ്ലക്റ്റ് ആയി വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഹാഫ് ഹ്യൂമൻ ഹാഫ് ആനിമലിന്റെ ഒരു ഫോസിൽ കാണിക്കുന്നുണ്ട്. ഭ്രൂണത്തെ പോലെ, ഒരു അമ്മയുടെ വയറ്റിൽ നിൽക്കുന്ന ഒരു ഭ്രൂണം പോലെയാണ് അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഫോസിൽസിനും പ്രത്യേകതയുണ്ട്. ഒരു കാലത്ത് ഉണ്ടായിരുന്നതും എന്നാൽ കറന്റ്ലി എക്സിസ്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഫോസിൽസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒടിയന്മാർ ആക്ച്വലി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എന്നും ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ, അല്ലെങ്കിൽ ഇന്നും നമുക്ക് കേൾക്കാം ഒരുപാട് ആൾക്കാർ ഈ ഒടിയന്മാരെ പറ്റിയിട്ടുള്ള കഥകൾ പറയുന്നതും അവർക്ക് ആ ഒടിയനോടുള്ള ഭയം നിൽക്കുന്നതും. സോ ഒരു ഇലൂഷനിൽ നിന്നാണോ ഈ ഭയം ക്രിയേറ്റ് ചെയ്തത്? സൊസൈറ്റി ഒരു ഇലൂഷന്റെ പുറകെ ആയിരുന്നോ ഇത്രയും കാലം എന്നുള്ളത് മേ ബി ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്ത ഒടിയൻ എന്ന കഥാപാത്രം ഒരു സിനിമയായിട്ട് വരുന്നതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടറിൻ്റെ പ്രീവിയസ് സിനിമകളെല്ലാം എന്നെ വളരെയധികം എൻഗേജ് ചെയ്യിപ്പിച്ച സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ആൻഡ് ഒടിയനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.